ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ഇന്തോനേഷ്യൻ വ്ളോഗിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് സെൻട്രൽ ജാവയിലാണ്. അവിടുത്തെ വോണോസോബോ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടുത്തെ പനാമ റിസോർട്ടാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ് കേട്ടോ. അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഫുള്ള് ഗ്രീനറിയാണ്, നല്ല ഫ്രഷ് എയറൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക്. ഈ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോയി നോക്കാമേ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണേ. ഇനി ഫ്രണ്ട് പോർഷൻ കൂടെ ഒന്ന് കാണിച്ചു തരാമേ. ഡോറ് തുറക്കുമ്പോൾ ഇതാണ് കാണുന്നത് കേട്ടോ. ഇതിന് ഓപ്പോസിറ്റ് കാണുന്നത് ഇവിടുത്തെ കഫറ്റീരിയ ആണേ. നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ചേട്ടനും മോനും എഴുന്നേറ്റ് നമ്മൾ ഫ്രഷപ്പ് ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവർ റെഡിയാക്കി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കോഫിയും നാസി കോരിയൊക്കെ കഴിച്ച് എങ്ങനെ ഇരുന്നു. നല്ല മനോഹരമായ ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ പ്രോപ്പർട്ടി അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് കാണാനായിട്ട് പാത്ത് വേസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, ATV റൈഡ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇനിയുള്ള യാത്ര വാനിലാണേ. നമ്മുടെ ഫാമിലി ഉണ്ട് ഫ്രണ്ടിൽ, നമ്മുടെ ഫാൽദിയുടെ ഫാമിലി ഉണ്ട്, സൂസിയുണ്ട്, ജെയ്ഡിൻ്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഈ വാനിലാണ് യാത്ര. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, ചെറുതായിട്ടിങ്ങനെ മഴ ചാറുന്നുണ്ട്. ഇതൊരു ഹൈ റേഞ്ചും ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. സൂസി അതൊക്കെ പകർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ചെറുതായിട്ട് മഴയുണ്ട്. കാഴ്ചകളൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഫുള്ള് മലയും അതേപോലെ തേയിലത്തോട്ടങ്ങളും പച്ചക്കറിയുടെ തോട്ടങ്ങളും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് കവാസിക്കിഡാങ് എന്ന് പറയുന്ന വോൾക്കാനോ ക്രേറ്റർ കേട്ടോ. ഇത് ഇന്തോനേഷ്യയുടെ തന്നെ ഒരു ആക്റ്റീവ് ക്രേറ്ററാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്പോട്ടാണ്. ഞങ്ങൾ ചെന്ന സമയത്തും കുറേ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം കയറാനായിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാൻ പോവാം. ആക്ച്വലി ഇത് വോൾക്കാനോ ഇറപ്ഷൻ നടന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ അവിടെയാണ് പോകുന്നത്. നല്ല രീതിയിൽ സൾഫറിൻ്റെ സ്മോക്ക് വരുന്നുണ്ട് ഇവിടുന്ന്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ വി ആർ ഹാവിങ് മാസ്ക്. ഇത് നമ്മൾ ഇവിടുന്ന് പാസ് വാങ്ങിയതിന് ശേഷം ഇവിടുന്ന് ഇവിടെയാണ് വോൾക്കാനോ ഇറപ്റ്റ് ചെയ്ത സ്ഥലം. ഇതെവിടെ ഇങ്ങനെ സ്മോക്ക് പോകുന്നുണ്ടോ? ഈ സ്മോക്ക് നോക്കേ. This one is that. You know, this place is called Kreta. This is a place where volcano erupt. Volcano പുറത്ത് വന്നിട്ട് അതിൻ്റെ അവശിഷ്ടം, ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ വോൾക്കാനോ, അടിയിൽ നിന്ന് ബോയിലായി വരുന്നതിൻ്റെ പുകയാണ് കാണുന്നത്. അതിൻ്റെ അവിടുത്തെ മിനറൽസ് ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അത് ആ മിനറൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നതാണ്. സയൻറ്റിഫിക്കലി പോകുന്നതാണോ എന്നൊന്നും അറിയില്ല. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് ടു വിസിറ്റ് ഇൻ ഇന്തോനേഷ്യ. ലെറ്റ്സ് ഗോ. ആക്ച്വലി ഈ സ്മോക്കിൽ നല്ല സൾഫർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് സ്മെല്ലൊരു ഫൗൾ സ്മെൽ ഫീൽ ചെയ്യും.
So you don't know where the smoke is coming, or only these places is not good. So you see why The, the soil is the white. soil is white and brown and sometimes there's a red or yellow. Yeah. The sulfur. That's also Yeah, it's from the water. Yeah, just came out. just came out. So when came out, So you guys will use this sulfur, right? yeah. ഇവിടെ ചുറ്റുമായിട്ട് ഹൈഡ്രാഞ്ചിയുടെ പല പല കളേഴ്സിൽ നിറയെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാമേ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം കേട്ടോ. ഈ ഹൈഡ്രാഞ്ചീസ് ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമുക്ക് ഒരു തടിയിൽ തീർന്നൊരു പാത്വേ ഉണ്ട്. ആ പാത്വേ കൂടിയാണ് നമ്മൾ ഈ ക്രിയേറ്ററിൻ്റെ അടുത്തോട്ട് പോകുന്നത് കേട്ടോ. കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് അങ്ങോട്ടേക്ക് പോകുവാണേ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. Even though it is hot spring, it is chilling here, right? You're right. ഇത് നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല ഹോട്ട് സ്മോക്കാണ് ഈ വോൾക്കാനോയുടെ അവിടെ നിന്ന് വരുന്നത് കേട്ടോ. നമുക്ക് പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളങ്ങോട്ട് കുറച്ച് ദൂരം നമ്മൾ അലോ ചെയ്യും പോകാനായിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കണ്ടോ, അവിടെയാണ് സ്മോക്ക് വോൾക്കാനോ വന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തറയിലൊക്കെ ഒരു യെല്ലോയിഷ് കളേഴ്സ്, ഓറഞ്ച്, യെല്ലോയിഷ്, റെഡ് കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ദ സൾഫർ. You can hear it. Oh, you can hear the sound. Oh, I can hear the sound. Oh my God, look at that hole. Huh? You see the hole? Oh my goodness. മൂക്ക് അടച്ചു സ്മെല്ല് ചെയ്തില്ല, അതെല്ലാം മാസ്ക് വെച്ചേ. No, 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 no. You're good. സൾഫർ കണ്ടന്റുള്ള വേനാണ്. സൾഫർ കണ്ടന്റുള്ള Oh. Yeah. Oh. So the water is boiling, right? Yeah. ഇതാണ് വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തുണ്ടായ ക്രേറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ചൂടായി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കുറേ മിനറൽസിൻ്റെയൊക്കെ സ്മെല്ല് അടിക്കുന്നുണ്ട്. മെയിനായിട്ട് സൾഫറിൻ്റെ സ്മെല്ല് കേട്ടോ. അറ്റ്മോസ്ഫിയർ ഫുള്ള് ഇങ്ങനെ സൾഫറിൻ്റെ സ്മെല്ലാണ്. താഴെയൊക്കെ ഇങ്ങനെ പല പല കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിനറൽസിൻ്റെയൊക്കെ കളേഴ്സാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മഡ് ഇങ്ങനെ തിളച്ച് മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ബോയിലിംഗ് മഡൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി ഇവിടെ നല്ലൊരു തണുത്ത ക്ലൈമറ്റാണേ. പക്ഷേ ക്രിയേറ്ററിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ ചൂട് പുറത്തോട്ട് വരുന്നുണ്ട്. ഈ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ആ ചൂട് നമുക്കങ്ങനെ അധികം അറിയുന്നില്ല കേട്ടോ. നല്ല രീതിയിലാണ് തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഇങ്ങനെ ബോയിലിംഗ് ബബിൾസ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാ നോക്കിക്കേ. നമ്മൾ 3 പേര് ഇത് ആദ്യമായിട്ടാണ് വോൾക്കാനോ ഇറപ്റ്റ് ചെയ്ത സ്ഥലമൊക്കെ ഇങ്ങനെ നേരിട്ട് പോയി കാണുന്നത് കേട്ടോ. നമ്മൾ ബുക്കിലൂടെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് കണ്ടു. പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങളൊക്കെ കണ്ട് സത്യം പറഞ്ഞ് വണ്ടടിച്ച് നിന്നുപോയി. ഈ സ്മോക്ക് പോകുന്നത് നോക്കിക്കേ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നില്ല, വേറെ ഏതോ ലോകത്ത് നിൽക്കുന്നത് പോലെയാണ് തോന്നുക. വെള്ളം തിളച്ച് മറിയുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് കുറേശ്ശെ ഫീൽ ചെയ്ത് തുടങ്ങും. ദൂരോട്ട് നിൽക്കുമ്പോഴത്തേക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഇപ്പം നമ്മളങ്ങനെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് കുറേശ്ശെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചൂട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം നല്ല തിളച്ച് പൊങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ കണ്ടോ,
നന്നായിട്ട് തിളച്ച് പോകുന്നുണ്ട് കണ്ടോ. ഈ സ്മോക്കും ചൂടും ഒക്കെ അടിച്ച് ഇവിടെ കുറേ ചെടികളും മരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് എല്ലാം ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നത് കാണാം കേട്ടോ. ഇതാ കണ്ടോ, ഇതൊക്കെ സ്മോക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണേ. ക്രിയേറ്ററൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനായിട്ട് അവർ കുറച്ച് തടിയുടെ പാത്ത് വേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ പുക വരുന്നത് കാണാം. ഇങ്ങനെ പുക പോകും, നമുക്കിങ്ങനെ കേൾക്കാം. വെള്ളം തിളയ്ക്കുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഭൂമിക്ക് അടിയിൽ നിന്ന് നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. ഓ ഗോഡ്, ഇതിങ്ങനെ ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൽ കൂടെ പുക ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നല്ല ഫൗൾ സ്മെല്ലാണ്, സൾഫറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ചെടികളൊന്നും അങ്ങനെ ഒന്നുമില്ല, ഈ പുക വരുന്നിടത്തൊന്നും ചെടികളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് വരണ്ട് നോക്കുക. ചെറിയ ചെറിയ ഹോൾസിൽ നിന്നാണ് ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല, അവിടെയൊക്കെ നല്ല ചൂടാണ്. അതല്ല ഈ ഫൗൾ സ്മെൽ, നീല് ഈ സ്മോക്ക് അത്ര ഹെൽത്തി അല്ല. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നന്നായിട്ട് മ്യൂസിക്കൊക്കെ ലൗഡ് സ്പീക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡോനേഷ്യൻ മ്യൂസിക്കൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ വോൾക്കാനോ എവറസ്റ്റ് സ്ഥലം. ഇനി നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഇത് പപ്പായ ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണേ. അങ്ങനെ ഞങ്ങൾ ഇതും കുറച്ച് വാങ്ങിച്ചു കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കുറച്ച് ഇവിടുത്തെ ഒതൻറ്റിക് സാധനങ്ങൾ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കുവാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണം. ഇവിടെ ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് മാത്രമല്ല കേട്ടോ, ബോയിൽ ചെയ്തതും അതേപോലെ സ്റ്റീം ചെയ്തതുമായിട്ടുള്ള സ്നാക്സുകളും പിന്നെ അവരുടേതായ സോസൊക്കെ ഒഴിച്ചാണ് നമുക്ക് തരുന്നത്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സോപ്പാണ്, സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സോപ്പാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. നല്ല സൾഫർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തുള്ള സ്കിൻ ഡിസീസൊക്കെ മാറ്റാനുള്ള ഇത് നമ്മുടെ വോൾക്കാനോ ഇറപ്ഷൻ എന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പൗഡറും സോപ്പും ഒക്കെയാണ് കേട്ടോ. കേട്ടോ, സൾഫർ പ്ലസ് വിസിയോ, ഇത് സൾഫറിന്റെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് സൾഫറിന്റെ സോപ്പാണ്. സോ it's good for the skin, so we bought some, like we bought like 4 of them for 50,000 idea 50,000. That's sweet potato. This one is something around. The one look like papaya but it's not. Bro, is it onion? Onion? Mushroom. Mushroom? Can I try? Boleh nyoba nggak Bu? Coba ya. Take. Yeah, one take. piece. Berapaan toh? 10.000. Tak bayar pakai dolar. Pakai pare nggak? Pakai. Malah parenya dia yang mau malah. ഇതിവിടുത്തെ ട്രഡീഷണൽ ലോക്കൽ ഫുഡാണ്. ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മീറ്റ് ബോൾസ് ഉണ്ട്, അതേപോലെ ടോഫു ഉണ്ട്, എഗ്ഗ് ഉണ്ട്, പിന്നെ കുറച്ച് വെജീസൊക്കെ സ്റ്റീം ചെയ്തതുണ്ട്. അതിൻ്റെ കൂടെ ഇവരുടേതായ കുറച്ച് സോസസ് ഒക്കെ ഒഴിച്ച് തരും. പീനട്ട് സോസിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുമ്പിട്ട് നിൽക്കുന്നത്. കുറച്ച് സ്വീറ്റാണ്, പിന്നെ കുറച്ച് സോയാ സോസും സംതിങ് ഒക്കെ ഇട്ട് നമുക്കിനി തരും. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, കുറച്ച് സ്വീറ്റി ടേസ്റ്റാണ് ആ സോസിനുള്ളത്. ബാക്കിയൊക്കെ പുഴുങ്ങിയതാണ് കേട്ടോ, സ്റ്റീംഡ് ആയിട്ടുള്ള. ഇത് ഇവിടുത്തെ സൾഫർ കണ്ടൻ്റ് ഉള്ള റോക്ക് സെല് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. അതേപോലെ സ്ട്രോബെറി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് വരുന്നത് കപ്പയാണ്, നമ്മുടെ ടപ്പിയൊക്കെയാണ്. അതേപോലെ അതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് വരുന്നത് കോക്കനട്ടും ഷുഗറോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, ഒരു പാൻ കേക്കൊക്കെ പോലെ റൗണ്ടായിരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്. മുകളിൽ ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ടും സ്വീറ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെയാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റും സ്വീറ്റുമാണ് കേട്ടോ.
You want? ഫുഡ് കഴിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു അനിമേ ഷോപ്പ് കണ്ടു കേട്ടോ. അനിമേ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ടോയ് ഷോപ്പ് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറുണ്ട്, നറൂട്ടോ. അപ്പോൾ അതിനെ കണ്ട് എക്സൈറ്റ്മെൻറ്റിൽ അവൻ അവിടെ നിന്ന് നോക്കുവാണേ. ഇവിടെ നിന്ന് നേരെ പോയത് ഒരു ഇന്തോനേഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ബൊഫയൊക്കെ നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇന്തോനേഷ്യൻ ഡിഷസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റി. സ്പെഷ്യലായിട്ട് ഈ കോഴിക്കാലാണ് കേട്ടോ. കോഴിക്കാൽ മാത്രം ഇട്ടൊരു ഡിഷ്. അതെ, ഫിഷിൻ്റെയും ചിക്കൻ്റെയും മീറ്റിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പേരൊന്നും അറിയില്ല, അതിൻ്റെ ടേസ്റ്റും അറിയത്തില്ലായിരുന്നു. കുറേയൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഫിഷിൻ്റെയാണ് നമ്മൾ മെയിനായിട്ട് ടേസ്റ്റ് ചെയ്തത് കേട്ടോ. അതേപോലെ കുറേ വെജിറ്റബിൾസിൻ്റെ കറി ഉണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു. പ്ലേറ്റിലിരിക്കുന്നത് ടോഫു ഫ്രൈയും റൈസുമാണ്. കൂടെ നമ്മൾ കുറച്ച് ഇന്തോനേഷ്യൻ ഫുഡും ട്രൈ ചെയ്തു. മെയിനായിട്ട് ഫിഷിൻ്റെ ഡിഷസാണ് കേട്ടോ. നമ്മുടെ കരിമീനൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഏത് ഫിഷാണെന്ന് അറിയത്തില്ല. അത് ഫ്രൈ ചെയ്ത് കറിയാക്കിയതാണ്. കൂടെ ലെമണൈഡും ആയിരുന്നു നമ്മൾ കുടിക്കാൻ വാങ്ങിയത്. റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് ഒരു ചേച്ചി ഇരുന്ന് ഫുഡ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. എന്താണെന്ന് അറിയാനൊരു കൗതുകത്തിന് ചോദിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവിടെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവർ കേക്ക് പോലെ ഇങ്ങനെ ഫുഡ് ഡെക്കറേറ്റ് ചെയ്ത് അതാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഇത് സെർവ് ചെയ്താണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ ഇത് കണ്ടപ്പോൾ. നല്ല ഭംഗിക്ക് ഭയങ്കര ക്ഷമയോടെ കുറേ സമയം എടുത്ത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അടുത്ത ലൊക്കേഷൻ വരുന്നത് ഒരു ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് വീണ്ടും കുറേ മലകളും അതേപോലെ ഇന്തോനേഷ്യയുടെ കുറേ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് കണ്ടു പോകാനായിട്ട് പറ്റി. പോകുന്ന വഴി നീളെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടുകയും ചെയ്തു. നമ്മുടെ വാനാണെങ്കിൽ ഈ ലൊക്കേഷനിലോട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ 2 വീലറിൽ കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മളവിടെ എത്തിയത് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാണ് എത്തിയെങ്കിലും നല്ല അടിപൊളി റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു അലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പുറത്തെ വ്യൂ. രാത്രി ആയതുകൊണ്ട് നമുക്ക് വ്യൂ ഒന്നും നല്ലോണം കാണാൻ പറ്റില്ല. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അമ്പൂട്ടാ അവിടെ നിന്ന് മാറിയുന്നേടാ, അവിടെ നിന്ന് മാറിയുന്നേ. അയ്യോ അതിനൊക്കെ എടുത്തു കഴുത്തിന് കുറ്റം പിടിച്ചോ. കൊന്നു കളഞ്ഞല്ലോടാ നീ അതിന്. പുറത്തെ വ്യൂ ഒക്കെ കണ്ട് നമുക്കിരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. നല്ല മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്ന് തന്നെ ഫാദിയുടെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇതാണ് നമുക്ക് കൊണ്ടുവന്ന ഫുഡ്. This is nasi goreng. This is cireng. This one? Chicken dra. Chicken? Chicken dra. Chicken dra. Dra. Chicken dra. Da. Da. Chicken da. Da. Nasi goreng. Chicken da. Combro apa sih ini? Dasreng ya? Combro cireng. 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 Kok cireng? Cireng apa combro? Nggak tahu makannya. Cireng. 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 Itu ചേട്ടൻ അവളെ പഠിപ്പിക്കുന്നു, അവൾ ചേട്ടനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.